വിചിത്ര നീക്കവുമായി KSRTC മാനേജ്മെന്റ് പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന് ഉത്തരവിറക്കി. പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്ന് TDF ആരോപിച്ചു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഒരു വിചിത്രമായ നീക്കം തന്നെയാണ് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നാണ് ഉത്തരവ്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഫെബ്രുവരി 4-നാണ് പണിമുടക്കുണ്ടായിട്ടുള്ളത്. പണിമുടക്കിൽ ഒരു വിഭാഗം ജീവനക്കാർ പങ്കെടുത്തിരുന്നു. എന്നാൽ പണിമുടക്ക് ഭാഗികമായി മാത്രമാണ് വിജയിച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് ഡയസ് നോൺ പ്രഖ്യാപിച്ചത്. അന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അതിൽ പ്രതിഷേധം മുന്നോട്ട് പോയത് TDF സമരം അത്തരത്തിൽ ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ ശമ്പളം നൽകേണ്ട സാഹചര്യമാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിചിത്രമായ ഒരു നിലപാടെടുക്കുകയാണ് KSRTC മാനേജ്മെന്റ്. ശമ്പളം നൽകുമ്പോൾ റെഗുലർ ശമ്പളം നൽകുന്നവരോടൊപ്പം ഈ സമരം നടത്തിയ പണിമുടക്കിൽ പങ്കെടുത്തവർക്ക് ശമ്പളം നൽകേണ്ടതില്ല. അതുകൊണ്ട് അവരുടേത് പ്രത്യേകം പരിഗണിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പാർക്ക് സോഫ്റ്റ്വെയറിനുള്ളിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം ശമ്പളം നൽകാമെന്നുള്ള തീരുമാനമാണ്. ഇങ്ങനെ ശമ്പളം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകും എന്ന് തന്നെയാണ് TDF ആരോപിക്കുന്നത്. TDF പറയുന്നത് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോയതിൻ്റെ പേരിൽ പ്രതികാര നടപടിയാണ്, ശമ്പളം വൈകിപ്പിക്കുകയാണ് എന്നാണ്. ഏതായാലും ഡയസ് നോൺ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ആ പണിമുടക്കിൽ പങ്കെടുത്തവർ അന്നത്തെ ശമ്പളം ലഭിക്കാതെ പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ മാസത്തെ ശമ്പളം വൈകി ലഭിക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഇനി മുന്നോട്ട് കൂടുതൽ സമരവുമായി രംഗത്ത് ഇറങ്ങുമെന്നാണ് TDF ഇപ്പോൾ അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യമാണ് KSRTCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ജീവനക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത് അറിയിച്ചത് TDFിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ്. ഇനി കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നുള്ളത്. അതായത് ഈ സർക്കുലർ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വരും. ഇനിയും പണിമുടക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് താക്കീത് നൽകിയിരിക്കുന്നത്. വൃന്ദ. ശരി വിഷ്ണു.